भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रव संयुतम् पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ശ്രീമദ് ഭാഗവതം അവലോകനത്തിൽ ഒന്നാമത്തെ സ്കന്ധം, ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗവും വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 22ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത ശ്ലോകം മുതൽ നോക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ നൈമിഷാരണ്യത്തിൽ ഒത്തുചേർന്നിട്ടുള്ള ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലുള്ള മഹർഷിമാർ സുതഗോസ്വാമിയോട് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 6 ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ 6 ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ശോഭന മാതാജി പറഞ്ഞോളൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ശ്രേയസ് എന്താണ്? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എല്ലാ വേദങ്ങളുടെ സാരം എന്താണ്? 3, ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകി വാസുദേവരുടെ പുത്രനായി ജനിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? 4, ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളിൽ വീരസാഹസ്യ കൃത്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? 5, ഭഗവാന്റെ മംഗളകരമായ ലീലകളെ പറ്റി പറയുന്നു. 6, ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ധാർമ്മിക തത്വങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത്? ഹരേ കൃഷ്ണ. കറക്റ്റാണ് ശോഭന മാതാജി പറഞ്ഞിട്ടുള്ളത്. 6 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കഴിഞ്ഞ ദിവസം 2ാമത്തെ അധ്യായത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ ഏറ്റവും മംഗളകരമായിട്ടുള്ള, ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തി എന്താണ്? അതായത് ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ധർമ്മം എന്നാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ കണ്ടു. പരമമായിട്ടുള്ള ധർമ്മം ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭക്തിയോടുകൂടി ആരാധിക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണന് ഭക്തി ചെയ്യുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മം എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തിർ അധോക്ഷചെ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഭഗവാൻ ശ്രീകൃഷ്ണന് യാതൊരു കാരണവും കൂടാതെ ചെയ്യുന്ന ഭക്തി ധർമ്മം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വേദങ്ങളുടെ സാരം എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേദങ്ങളുടെ സാരവും ഭഗവാനെ അറിഞ്ഞ് ഭഗവാന് ഭക്തി ചെയ്യുക എന്നുള്ളതാണ്.
സവൈ പുംസാം പരോധർമ്മ യഥോഭക്തിർ അധോക്ഷജ എന്ന് പറയുന്നു. അതേപോലെ വർണ്ണാശ്രമങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം ഹരിയുടെ സന്തോഷമാണ്. ഭഗവാൻ ഹരിയെ തോഷിപ്പിക്കുക, ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് വർണ്ണാശ്രമത്തിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ വേദങ്ങളുടെ മുഴുവൻ ഉദ്ദേശം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗവതത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിന് വേണ്ടി ഭഗവാനെ കുറിച്ച് ആദ്യം നമ്മൾ കേൾക്കണം. തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാം ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. ഭഗവാന്റെ ഭക്തിയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്നും പറഞ്ഞു തന്നു. ആദ്യം നമ്മൾ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാനെ കുറിച്ച് കേൾക്കണം. പിന്നീട് ഭഗവാനെ കുറിച്ച് കീർത്തിക്കണം, ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം, ഭഗവാനെ ആരാധിക്കണം. അങ്ങനെ ദിവസം നിത്യമായിട്ട് ചെയ്തു പോന്നാൽ നമ്മൾക്ക് ഭക്തി ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല. നമ്മൾക്ക് സാധാരണഗതിയിൽ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് കേട്ടാണ് പരിചയം. പെട്ടെന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മൾക്ക് താല്പര്യം ഉണ്ടാകുകയില്ല, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഉറക്കം വരുന്നതായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾക്ക് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് കേൾക്കാനാണ് താല്പര്യം. അപ്പോൾ ആ താല്പര്യം എങ്ങനെ ഉണ്ടാകും? കൃഷ്ണകഥാരുചി സ്യാൻ മഹത് സേവയാ വിപ്ര. ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ആ കൃഷ്ണകഥാരുചി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അങ്ങനെ ആ കൃഷ്ണകഥ രുചി ഉണ്ടായതിനു ശേഷം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് കേൾക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള അഭദ്രങ്ങളെല്ലാം ഇല്ലാതാകും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശുശ്രൂഷോ ശ്രദ്ധാനസ്യ വാസുദേവ കഥാരുചി സ്യാൻ മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണ ശൃണ്ണതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോ ഹി അഭദ്രാണി മിഥുനോതി സുഹൃത്സത. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് കൂടുതൽ സുഹൃത്ത് ഭാവത്തിൽ പെരുമാറുമെന്നും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാതാക്കി കളയും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശുദ്ധസത്വഗുണത്തിലേക്ക് എത്തിച്ചേരുമെന്നും നമ്മൾക്ക് ശുദ്ധമായിട്ടുള്ള ഭക്തി ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ. ദിവസവും ഭാഗവതം കേൾക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിലുള്ള അഭദ്രങ്ങളെല്ലാം ഇല്ലാതായി തീരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികയും. അങ്ങനെ ആ നൈഷ്ഠികമായിട്ടുള്ള ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ തത്വങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ഒരു വ്യക്തിക്ക് മുക്താവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ ബാധിക്കാത്ത അവസ്ഥയിലേക്ക്, മുക്തിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയുമാണ് നമ്മൾ 22ാമത്തെ ശ്ലോകം വരെ മനസ്സിലാക്കിയിട്ടുള്ളത്. 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരി. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള ഭഗവാനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഇല്ലാതാകും. അങ്ങനെ അവസാനം നമുക്ക് ഭഗവാനെ ദർശിക്കാനും സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ ദർശിക്കാൻ നമുക്ക് സാധിക്കും. ഇത് മുന്നേ ഉള്ള ഭക്തന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ചെയ്തു പോന്നിട്ടുള്ള വഴിയാണ്. ഇത് പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വഴിയല്ല. പണ്ട് മുതലേ, പുരാതന കാലം മുതൽക്കേ ഭഗവാന്റെ ഭക്തി ചെയ്ത് മഹർഷീശ്വരന്മാർ മുക്താത്മാക്കളായി മാറിയിട്ടുണ്ടായിരുന്നു. അവർ ഭഗവാനെ ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവർ അവസാനം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദ വാസുദേവേ ഭഗവതി കുർവന്തി ആത്മപ്രസാദൻ. അവർക്ക് ഈ ലോകത്തിൽ തന്നെ ആനന്ദം, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഭഗവാന്റെ ഭക്തി ചെയ്ത് സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം സുത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങളിൽ പറയുന്നത് ഭഗവാന്റെ വീരസാഹസിക കൃത്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഭഗവാന്റെ മഹത്തരമായിട്ടുള്ള കർമ്മങ്ങൾ, ഭഗവാന്റെ ഈ പ്രപഞ്ച സൃഷ്ടിയെ ഭഗവാൻ എങ്ങനെയാണ് നിലനിർത്തുന്നത്, ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് നിലനിർത്തുന്നത്, എങ്ങനെയാണ് സംഹരിക്കുന്നത്, ഇതൊക്കെ വലിയ സങ്കീർണമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള കർമ്മങ്ങളാണ്. ആ മഹത്തരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുള്ളതാണ്, ഭഗവാന്റെ അവതാരങ്ങളാണ് പുരുഷാവതാരങ്ങൾ എന്ന് പറയുന്നത്. ഭൗതിക പ്രകൃതിയെ സൃഷ്ടിക്കുന്നതിനും നിലനിർത്തുന്നതിനും സംഹരിക്കുന്നതിനും വേണ്ടി ഭഗവാൻ ആദ്യമായിട്ട് പുരുഷാവതാരങ്ങളായിട്ടാണ് വിസ്തരിച്ചിട്ടുള്ളത്. ആ പുരുഷാവതാരങ്ങളെ കുറിച്ച് പറയാനാണ് ഭഗവാന്റെ വീരസാഹസിക കൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചതിന്റെ ഉദ്ദേശം. അപ്പൊ അതില് ഇനി 23 മുതൽ ഉള്ള ശ്ലോകങ്ങൾ, 23 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ പുരുഷാവതാരങ്ങളെ കുറിച്ചും ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ചും പറയുന്നുണ്ട്. മറ്റു ദേവതമാരെ ആരാധിക്കുന്നതും ഭഗവാൻ വിഷ്ണുവിന്റെ ആരാധന ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഈ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം. തത്തം രജസ്തമ ഇതി പ്രകൃതേർഗുണാസ്തേ യുക്തപര പുരുഷ ഏക ഇഹാസ്യദത്തേ തിത്യാദയേ ഹരി വിരിഞ്ചി ഹരേതി സംജ്ഞന ശ്രേയാംസി തത്ര ഖലു സത്വതനോർ നൃണാംസ്യു. ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി സത്വരജസ്തമോ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ദേവതമാരായിട്ട് അല്ലെങ്കിൽ അതിന്റെ അധീശന്മാരായിട്ട് വിസ്തരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. സത്വരജസ്തമോ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾക്കറിയാം അല്ലെ? ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ. ബ്രഹ്മാവ് രജോഗുണത്തിനെയും വിഷ്ണു സാത്വിക ഗുണത്തിനെയും മഹാദേവൻ തമോ ഗുണത്തിനെയുമാണ് നിയന്ത്രിക്കുന്നത്. ഈ ത്രിമൂർത്തികളിൽ വെച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ നേട്ടമുണ്ടാകുന്നത് എന്നാണ് ഈ 23-ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിൽ പറയുന്നത്. ശ്രേയാംസി തത്ര ഖലു സത്തതം നോർ നൃണാംസ്യു. ഒരു മനുഷ്യന് ഏറ്റവും ശ്രേയസ് ലഭിക്കുന്നത് ആ സാത്വിക ഗുണത്തിലുള്ള ഭഗവാനെ ആരാധിക്കുമ്പോഴാണ് എന്ന് പറയുന്നു. എന്തു ഗുണമാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ബേജിരെ മുനിയോധാഗ്രേ ഭഗവന്തം അദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താന്യഹ. ഭഗവാൻ വിഷ്ണുവിന്റെ ആ രൂപത്തിനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറയുന്നു. ഒരു വ്യക്തിക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ആ വ്യക്തി ഭഗവാൻ വിഷ്ണുവിനെ തന്നെ ആരാധിക്കണം എന്നാണ് പറയുന്നത്. അതാണ് പരമമായിട്ടുള്ള ശ്രേയസ് ലഭിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന യഥാർത്ഥ വിദ്യാർത്ഥികൾ, യഥാർത്ഥത്തിൽ ഭാഗവതം പഠിക്കുന്ന വ്യക്തികൾ മറ്റു ദേവതമാരുടെ രൂപത്തിനെ ഉപാസിക്കാറില്ല എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ വ്യത്യസ്ത ദേവതമാരുടെ ഉപാസനകൾ പറയുന്നുണ്ട്. പക്ഷെ മുക്തിയാണ് ഒരു വ്യക്തി ലക്ഷ്യമാക്കുന്നതെങ്കിൽ മറ്റു ദേവതമാരുടെ ഉപാസനകളൊക്കെ ഒഴിവാക്കി ഭഗവാൻ വിഷ്ണുവിനെ തന്നെയാണ് ആ വ്യക്തികൾ, മുക്താത്മാക്കളാകാൻ ആഗ്രഹിക്കുന്നവർ ആരാധിക്കുന്നത് എന്ന് 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനത നാരായണ കലാശാന്ത ഭജന്തി ഹനസൂയവ. ഗൗരവ മോക്ഷാർത്ഥികൾ അസൂയ തീണ്ടാത്തവരും ഏവരെയും ആദരിക്കുന്നവരും അതേസമയം ഘോരവും ബീഭത്സവുമായ ദേവരൂപങ്ങളെ പരിത്യജിച്ച് സർവാനന്ദപ്രദമായ വിഷ്ണു ഭഗവാന്റെ പൂർണ്ണാംശങ്ങളെയും സ്വരൂപത്തെ മാത്രം ആരാധിക്കുന്നവരാകും. ഭൗതിക ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെ നമുക്ക് ആരാധിക്കാനുണ്ട്. പക്ഷെ മോക്ഷാർത്ഥികളായിട്ടുള്ള വ്യക്തികൾ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കണം, ആത്മീയ ലോകത്തിലേക്ക് പോകണം എന്ന് താല്പര്യമുള്ളവർ
ഭഗവാൻ വിഷ്ണുവിന്റെ രൂപത്തെയാണ് ആരാധിക്കുന്നത്. മറ്റുള്ള എല്ലാ ദേവതമാർക്കും അവർ ബഹുമാനങ്ങൾ നൽകും, പക്ഷെ ഉപാസിക്കുന്നത് വിഷ്ണുമൂർത്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ഏത് ദേവനെയാണ് ആരാധിക്കുന്നത് ആ ദേവന്റെ അടുത്തേക്കാണ് എത്തുന്നത്. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃന്യാന്തി പിതൃവ്രത ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മധ്യാജിനോഭിമ എന്ന് ഭഗവാൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏത് ദേവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ദേവന്റെ അടുത്തേക്കാണ് ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് അങ്ങനെയുള്ള ദേവതമാരെ ആരാധിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 27ാമത്തെ ശ്ലോകത്തിൽ രജസ്തമ പ്രകൃതി സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദീൻ ശ്രീ ഐശ്വര്യ പ്രജേത്സവ. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ദേവതമാരെയൊക്കെ, പിതൃക്കളെ ദേവതമാരെയൊക്കെ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ വേദങ്ങളുടെ മുഴുവൻ ഉദ്ദേശത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ വേദത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. 28, 29 ശ്ലോകങ്ങളിൽ വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോധർമ്മോ വാസുദേവ പരാഗതി. വാസുദേവ പരാവേദ എന്നാണ് പറയുന്നത്. വേദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസുദേവനെയാണ്, ഭഗവാൻ വാസുദേവനെയാണ് നമ്മൾ വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ വേദങ്ങൾ മുഴുവൻ ആരെ ഉദ്ദേശിച്ചാണ് കീർത്തനങ്ങൾ ചെയ്യുന്നത്? വേദമന്ത്രങ്ങളെല്ലാം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. വാസുദേവ പരാ വേദ. ഭഗവത്ഗീതയിലും ഇതേ കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. ശ്ലോകം ഏതാണെന്ന് അറിയാമോ? എല്ലാ വേദങ്ങളിലൂടെയും മനസ്സിലാക്കേണ്ടത് ഭഗവാൻ വാസുദേവനെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അതെവിടെയാണ്? വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സർവസ്യാഹ്യം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃതി ജ്ഞാനമബോഹനം ച വേദശ്ച വേദ്യോ അല്ലേ ഭഗവാൻ പറയുന്നത്. വേദൈശ്ച സർവൈർ അഹമേവ വേദ്യോ. എല്ലാ വേദങ്ങളിലൂടെയും മനസ്സിലാക്കേണ്ടത് എന്നെ തന്നെയാണ് എന്ന് ഭഗവാൻ അവിടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതാണ് ഭാഗവതത്തിലും പറയുന്നത് വാസുദേവ പരാവേദ. വേദങ്ങളിലൂടെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ വാസുദേവനെയാണ് എന്ന് പറയുന്നു. വാസുദേവ പരാമഖ. യജ്ഞം, മഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞങ്ങൾ. യജ്ഞങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. യജ്ഞോവൈ വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ പ്രീതിക്കായിട്ടാണ് എല്ലാവിധ യജ്ഞങ്ങളും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വര. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാൻ തന്നെയാണ് എന്ന് അവിടെ ഭഗവത്ഗീതയിൽ പറയുന്നു. ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു വാസുദേവ പരാമഖ. എല്ലാ യജ്ഞങ്ങളിലൂടെയും തൃപ്തിപ്പെടുത്തേണ്ടത് ഭഗവാൻ വാസുദേവനെ തന്നെയാണ്. വാസുദേവ പരായോഗ. എല്ലാ യോഗമാർഗങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പ്രാപിക്കുന്നത്, യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ്. എല്ലാ യോഗമാർഗങ്ങളിലൂടെയും ഭഗവത്ഗീതയിൽ വ്യത്യസ്തമായിട്ടുള്ള യോഗമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള യോഗമാർഗം. അതിലൂടെയൊക്കെ പ്രാപിക്കേണ്ടത് ആരെയാണ്? വാസുദേവ പരാ യോഗ. ഭഗവാൻ വാസുദേവനെ തന്നെയാണ് നമ്മൾ യോഗയിലൂടെ പ്രാപിക്കേണ്ടത്. വാസുദേവ പരാക്രിയ. എല്ലാ കർമ്മങ്ങളും, നമ്മുടെ കർമ്മങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? ഭഗവാൻ വാസുദേവന് വേണ്ടിയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ശങ്കരാചാര്യരും പറയുന്നുണ്ട്
ഏകം ദേവം ദേവകീ പുത്രേവ ഏകോ മന്ത്ര തസ്യ നാമാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. എല്ലാവരുടെയും കർമ്മത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളും എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയാണോ അതൊക്കെ എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അല്ലെ, യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസിയത് യത് തപസ്യസി കൗന്ദയ തത്കുരുഷ മത് അർപ്പണം എന്ന് ഗീതയിൽ പറയും. ഇവിടെ പറയുന്നു വാസുദേവ പരാക്രിയ. ക്രിയകളൊക്കെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവാന് വേണ്ടിയായിരിക്കണം. വാസുദേവ പരജ്ഞാനം, ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അല്ലെ, ഞാൻ രഹസ്യം ഹേതത് ഉത്തമം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് രഹസ്യമാണ്, ഉത്തമവുമാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഇവിടെ പറയുന്നു വാസുദേവ പരം ജ്ഞാനം, വാസുദേവ പരം തപ. എല്ലാ തപസ്സുകളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തപസ്സുകളൊക്കെ ചെയ്യുന്നത് ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തപസ്സുകൾ ചെയ്തിട്ടും ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തപസ്സിന്റെ പ്രയോജനം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തപസ്സിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നു. അല്ലെ, എല്ലാ തപസ്സുകളും ചെയ്യുന്നത് ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വാസുദേവ പരോധർമ്മം, ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം, ഒരു വ്യക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം ഭഗവാൻ വാസുദേവനെ സേവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, മറ്റെല്ലാ താൽക്കാലിക ധർമ്മങ്ങളും ഉപേക്ഷിച്ച് നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ തന്നെ എത്തിച്ചേരണം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറയും. അതാണ് പരമമായിട്ടുള്ള ധർമ്മം. ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മം. വാസുദേവ പരോ ധർമ്മവും വാസുദേവ പരാഗതി. ഒരു ജീവന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ അത് എവിടെയാണ്? അതും ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ പാദമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗതി എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. അല്ലേ, അതേപോലെ ഇവിടെ പറയുന്നു വാസുദേവ പരാഗതി. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം ഭഗവാന്റെ വാസസ്ഥാനമാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടവനും, എല്ലാ യജ്ഞങ്ങളിലൂടെ തൃപ്തിപ്പെടുത്തേണ്ടവനും, എല്ലാ യോഗങ്ങളിലൂടെ സാക്ഷാത്കരിക്കേണ്ടവനും, എല്ലാ ക്രിയകളിലൂടെ സേവനം ചെയ്യേണ്ടവനും, എല്ലാ ജ്ഞാനത്തിലൂടെ, ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനത്തിലൂടെ അറിയേണ്ടവനും, എല്ലാ തപസ്സുകളിലൂടെയും സാക്ഷാത്കരിക്കേണ്ടവനും, എല്ലാ ധർമ്മങ്ങളുടെ ഉദ്ദേശവും ഭഗവാൻ വാസുദേവൻ തന്നെയാണ് എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നു. വാസുദേവ പരാഗതി, ഒരു ജീവൻ എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗതിയും ഭഗവാൻ വാസുദേവൻ തന്നെയാണ്. ഭഗവാന്റെ സ്ഥാനമാണ്, ഭഗവാന്റെ വാസസ്ഥാനത്തിലാണ് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നും പറയാം. ഇത്രയും ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. മാമേകം ശരണം വ്രജ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഭാഗവതത്തിൽ അത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ്, ഭഗവാൻ വിഷ്ണുവിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതിലൂടെയാണ് നമ്മൾക്ക് പരമമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവുന്നത്. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തെത്തി ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭഗവാന്റെ സേവനം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ഭഗവാന് ഭക്തി ചെയ്യണം എന്ന് പറഞ്ഞു. ഭഗവാനാണ് ആരാധ്യയോഗ്യനായിട്ടുള്ള പരമപുരുഷൻ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി 30ാമത്തെ ശ്ലോകം മുതൽ നേരത്തെ ചോദിച്ചിട്ടുള്ള മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. ഇപ്പോൾ ഇതുവരെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു 2 ചോദ്യങ്ങൾ? ഏതൊക്കെ 2 ചോദ്യങ്ങൾക്കാണ് ഇതുവരെ ഉത്തരം പറഞ്ഞത്? ഹരേ കൃഷ്ണ.
ശ്രേയസ്കരമായ കർമ്മം, അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. Yes. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഭഗവാന്റെ എല്ലാ വീരസാഹസിക വേദ കൃതികൾ, വേദസാരം പറഞ്ഞു. യെസ്, വേദങ്ങളുടെ മുഴുവൻ സാരം എന്താണ്? അപ്പൊ ഒരു ജീവാത്മാവിന്റെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നുള്ള ആദ്യത്തെ ചോദ്യത്തിനും വേദങ്ങളുടെ സാരം എന്താണ് എന്നുള്ള രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ധർമ്മം ഭഗവാൻ വാസുദേവന്റെ ഭക്തിയാണ്. ഭഗവാൻ വാസുദേവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേദങ്ങളുടെ സാരം. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞു. പിന്നീടുള്ള ചോദ്യങ്ങൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് അവതരിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ്? അതേപോലെ ഭഗവാൻ പുരുഷാവതാരങ്ങളിൽ ചെയ്തിട്ടുള്ള അതിബൃഹത്തായിട്ടുള്ള കർമ്മങ്ങൾ, മഹത്തരമായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനുള്ള ഉത്തരമാണ് ഇവിടെ 30ാമത്തെ ശ്ലോകങ്ങളിൽ പറയാൻ ആരംഭിക്കുന്നത്. അതിനുശേഷം വിശദമായിട്ട് സൃഷ്ടി എങ്ങനെയാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ രണ്ടാമത്തെ സ്കന്ധത്തിലും 3ാമത്തെ സ്കന്ധത്തിലും വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ സൃഷ്ടിയുടെ ആരംഭത്തിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇവിടെ പറയുന്നത്. 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സ ഏവേദം സുസർജാഗ്രേ ഭഗവാൻ ആത്മമായയ സദസ ദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭു. ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അദ്ദേഹത്തിന്റെ സർവാതിശായിയായ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. ഭൗതിക ലോകത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഭഗവാൻ എടുത്തിട്ടുള്ള ആദ്യ വിസ്തരണത്തിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിനെ സൃഷ്ടിക്കുന്നതിനായിട്ട് വിസ്തരിച്ചിട്ടുള്ള രൂപമാണ് മഹാവിഷ്ണുവിന്റെ രൂപം അല്ലെ. അതുവരെയുള്ള രൂപങ്ങളൊക്കെ ആത്മീയ ലോകത്തിലാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം, അതേപോലെ ബലരാമന്റെ രൂപം, അതേപോലെ ചതുർവ്യൂഹങ്ങൾ, വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെയുള്ള ചതുർവ്യൂഹങ്ങൾ, ഭഗവാന്റെ നാരായണ രൂപങ്ങൾ, അതെല്ലാം വൈകുണ്ഠ ലോകത്തിലും അതിനുപരിയായിട്ടുള്ള ലോകങ്ങളിലുമാണ്. ഈ ഭൗതിക ലോകത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഭഗവാൻ എടുത്തിട്ടുള്ള രൂപമാണ് മഹാവിഷ്ണുവിന്റെ രൂപം, അല്ലെങ്കിൽ കാരണോദകശായി വിഷ്ണുവിന്റെ രൂപം. അങ്ങനെ ആ കാരണോദകശായി രൂപത്തിൽ ഭഗവാൻ സൃഷ്ടി ആരംഭിച്ചു, അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള വസ്തുക്കളെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു എന്ന് പറയും. അതിനുശേഷം 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ആ സൃഷ്ടിയെ നിലനിർത്തുന്നതിന് വേണ്ടി ഭഗവാൻ ഓരോ പ്രപഞ്ചത്തിലും പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പ്രപഞ്ചത്തിലും മാത്രമല്ല, ഓരോ ആറ്റത്തിനകത്തും, ഓരോ അണുവിനകത്തും, ഓരോ ജീവാത്മാവിന്റെ ശരീരത്തിനകത്തും ഭഗവാൻ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രവേശിച്ചിട്ടുള്ള ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ചും ക്ഷീരോദകശായി വിഷ്ണുവിനെ കുറിച്ചുമാണ് 31ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തയാ വിലസിതേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത. ഭൗതിക തത്വങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ സ്വയം വിസ്തരിച്ച് അവയിൽ സന്നിവേശിച്ചു. അതെ, കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചങ്ങളും ഉണ്ടായി വന്നത് എന്ന് നമ്മൾക്കറിയാം. ഭഗവാന്റെ രോമകൂപത്തിൽ നിന്നാണ് പ്രപഞ്ചങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള ഓരോ പ്രപഞ്ചത്തിനെയും നിലനിർത്തുന്നതിന് വേണ്ടി ഭഗവാൻ ഓരോ പ്രപഞ്ചത്തിനകത്തേക്കും പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. അത് ഏത് വിഷ്ണു രൂപത്തിലാണ്? ഗർഭോദകശായി വിഷ്ണു. യെസ്, ഓരോ പ്രപഞ്ചത്തിനകത്തേക്കും ഭഗവാൻ പ്രവേശിച്ചു, ഗർഭോദകശായി വിഷ്ണുവായിട്ട് പ്രവേശിച്ചു. ആ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് താമരപ്പൂ വന്നിട്ടുള്ളതും ആ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബ്രഹ്മാവാണ് വ്യത്യസ്ത ജീവശരീരങ്ങളെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഓരോ ജീവശരീരങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി ഭഗവാൻ വീണ്ടും ക്ഷീരോദകശായി വിഷ്ണുവായിട്ട് വിസ്തരിച്ചു എന്ന് പറയും. ആ ക്ഷീരോദകശായി വിഷ്ണുവിന്റെ വിസ്തരണമാണ് പരമാത്മ. പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഓരോ ജീവജാലങ്ങളുടെയും ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്നിവിടെ പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്.
33-ാമത്തെ ശ്ലോകത്തിൽ ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്തിലായ ജീവാത്മാക്കളുടെ ശരീരത്തിൽ പരമാത്മാവ് സന്നിവേശിക്കുകയും അപ്രകാരം ഹൃദയസ്ഥനായി ഈ ഗുണങ്ങളിൽ പരിണാമങ്ങളിൽ ഭൗതിക പ്രകൃതിയുടെ ഗുണപരിണാമങ്ങളിൽ ആനന്ദിക്കാനുള്ള സംഭവഹേതുവും ആകുന്നു. അപ്പൊ ഭഗവാൻ ഓരോ ജീവാത്മാവിന്റെയും ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ്, പരമാത്മരൂപത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ഈ ഭൗതിക ശരീരത്തിനെ ആസ്വദിക്കാൻ സാധിക്കുന്നത്, ഈ ഭൗതിക പ്രകൃതിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് പറയും. അപ്പൊ പ്രപഞ്ചത്തിനെ നിലനിർത്താൻ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവായിട്ട് അവതരിച്ചു അല്ലെങ്കിൽ വിസ്തരിച്ചു. അതിനുശേഷം ഓരോ ശരീരത്തിനെയും നിലനിർത്തുന്നതിന് വേണ്ടി ഭഗവാൻ ക്ഷീരോദകശായി വിഷ്ണുവായിട്ട് വിസ്തരിച്ച് പരമാത്മരൂപത്തിൽ ഓരോ ജീവിയുടെയും ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ഓരോ ജീവിയുടെ ശരീരത്തിലേക്ക് മാത്രമല്ല, ഓരോ അണുക്കളുടെ ഉള്ളിലേക്കും ഓരോ ആറ്റത്തിനകത്തേക്കും ഭഗവാൻ പ്രവേശിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ വീരസാഹസിക കൃത്യങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സൂചനയാണ് ഭഗവാന്റെ വീരസാഹസിക കൃത്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ, ഈ മഹത്തായിട്ടുള്ള ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്. അതിനുവേണ്ടി ഭഗവാൻ പുരുഷാവതാരങ്ങളായിട്ട് വിസ്തരിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെ? പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. അത് ഗുണാവതാരങ്ങളാണ്. ഓരോ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി ക്ഷീരോദകശായ വിഷ്ണു. അതാണ് പുരുഷാവതാരങ്ങൾ. കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. ഇവരാണ് സൃഷ്ടിയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഭഗവാന്റെ മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ പുരുഷ അവതാരങ്ങളാണ്. ഇനി അതിന്റെ അടുത്ത ചോദ്യമാണ്, ഭഗവാൻ വസുദേവർക്കും ദേവകിക്കും പുത്രനായിട്ട് അവതരിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരമാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്, 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഭാവയുക്തേഷു സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാര അനുരതോ ദേവതിര്യ നരാദിഷു. അപ്രകാരം സർവപ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ ദേവന്മാരും മനുഷ്യരും നീചമൃഗങ്ങളും നിവസിക്കുന്ന അഖില ഗ്രഹങ്ങളും പരിപാലിക്കുന്നു. അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്ന ഭഗവാൻ ലീലകളാടി ശുദ്ധസത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കുന്നു. ഭഗവാൻ ലീലകൾ ചെയ്യുന്നത്, ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങളായിട്ട് വന്ന് ലീലകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ശീലപ്രഭുപാദര് അത് വിശദീകരിക്കുന്നുമുണ്ട് ഭാവാർത്ഥത്തിൽ. എന്താണ് പറയുന്നത്? ഏതു വിധത്തിലായാലും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ദുരിതം അനുഭവിക്കുന്ന ജീവാത്മാക്കൾ സുധാമത്തിലേക്ക് മടങ്ങി വരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജീവാത്മാക്കളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. അതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ജീവാത്മാക്കളെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുക. ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള തന്റെ മക്കളായിട്ടുള്ള ജീവാത്മാക്കളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ അവതരിച്ചിട്ടുള്ളത്. അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാൻ പറയുന്നുണ്ട്, സംഭവാമി ആത്മമായ, ഞാൻ എൻ്റെ കാരുണ്യത്താൽ ഇവിടെ അവതരിച്ചിരിക്കുന്നു. ആത്മമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ അവതരിക്കുന്നത് എന്നുള്ള കാര്യം. ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ജീവാത്മാക്കളെ ഭഗവാന്റെ അടുത്തേക്ക്, ഈ ഭൗതിക ലോകത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജീവാത്മാക്കളെ വ്യത്യസ്തമായിട്ടുള്ള ലീലകൾ ചെയ്ത് ആകർഷിക്കുന്ന ഭഗവാൻ. ആ സമയത്ത് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് വീണ്ടും ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട്. ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള അവസരമുണ്ട്, അല്ലെ? ഭഗവാൻ ലീലകൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾക്ക് ഭാഗവതത്തിൽ ഭഗവാനെ കുറിച്ച് വായിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാനെ കീർത്തിക്കാനും ഭഗവാനെ സ്മരിക്കാനും ഭഗവാനെ സേവനം ചെയ്യാനുള്ള അവസരം ഭഗവാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് വ്യത്യസ്ത അവതാരങ്ങളിലൂടെ. അങ്ങനെ
ഭഗവാന് സേവനം ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതിനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ അവതരിച്ചത്. അതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം എന്നുള്ളത് ഭഗവാന്റെ മറ്റൊരു ഉദ്ദേശമാണ്. മുഖ്യ ഉദ്ദേശത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കും. ഭഗവാന്റെ മുഖ്യ ഉദ്ദേശം ഈ ഭൗതിക ലോകത്തിൽ ദുരിതമനുഭവിക്കുന്ന ജീവാത്മാക്കളെ തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ ശീലപ്രഭുപാദ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. അതോടുകൂടി രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞിട്ടുണ്ട്. ദിവ്യത്വവും ദിവ്യസേവനം എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിന്റെ 2-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണങ്ങൾ ഇവിടെ ഇപ്രകാരം സമാപിക്കും. ഇത്രയും വായിച്ചതിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം? ഹരേ കൃഷ്ണ പ്രഭുജി, പുരുഷാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കാരണോദകശായി വിഷ്ണു എന്ന് പറയുന്നത് തന്നെയാണോ മഹാവിഷ്ണു? കാരണോദകശായ വിഷ്ണു തന്നെയാണ് മഹാവിഷ്ണു. ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നത് പരമാത്മാവായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അനന്തപുരിയിൽ കാണുന്നത് ക്ഷീരോദകശായി വിഷ്ണു ആണോ?